സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിത് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് കായ്ക്കുന്ന കുരുമുളക് എങ്ങനെയാണെന്നുള്ളതാണ് പ്രതിപാദിക്കുന്നത്. സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു കുറ്റിക്കുരുമുളക് എളുപ്പത്തിൽ കായ്ക്കുന്നതിനെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത്. അതിനുപുറം നമുക്കൊരു ചെറിയൊരു സ്റ്റോറി പറയാം, ഒരു ഫൺ സ്റ്റോറി. അതായത് 9 വയസ്സുള്ള ഒരു കുട്ടി ഐസ്ക്രീം കടയിൽ ചെന്നു കേട്ടോ. കുട്ടി ഐസ്ക്രീം ചൂട്ടി കാണിച്ചിട്ട് ഒക്കെ ചോദിച്ചു, ഈ ഐസ്ക്രീമിന് എന്താണ് വില എന്നൊക്കെ ചോദിച്ചു. വെയിറ്റർ പറഞ്ഞു 15 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പോക്കറ്റിൽ പൈസ കൈയിട്ട് നോക്കി. അപ്പോഴത്തേക്കും ഇതിനേക്കാളും കുറഞ്ഞ ഐസ്ക്രീം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും വെയിറ്റർ പറഞ്ഞു, ദേഷ്യത്തോടെ വെയിറ്റർ പറഞ്ഞു 12 രൂപയുടെ ഉണ്ട്. അപ്പോഴത്തേക്കും ആ കുട്ടി 12 രൂപയുടെ ഓർഡർ ചെയ്തു. 12 രൂപയുടെ വെയിറ്റർ കൊണ്ട് കൊടുത്തു. അതിനുശേഷം പൈസ ഒക്കെ കൊടുത്ത് അത് കഴിച്ച് കുട്ടി പുറത്തേക്കൊക്കെ പോയി. അപ്പോൾ വെയിറ്റർ പാത്രം എടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും അതിലൊരു 3 രൂപ പാത്രത്തിലിരിക്കുന്നു. ഇത് കണ്ടിട്ട് വെയിറ്ററിൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കുട്ടി 3 രൂപ ടിപ്പ് വെച്ചിട്ടാണ് ആ ഹോട്ടലിൽ നിന്ന് പോയത്. ഇതിലൊരു സാരമുണ്ട്, ഒരു സംഭവമുണ്ട്. അതായത് ഇത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾ ഉൾക്കൊണ്ട ഒരു കാര്യമുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനമായിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ കുറ്റിക്കുരുമുളക്. ഇത് ഏകദേശം ഒരു 45 ഡേയ്സൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 6-7 മാസം ആയി നമ്മൾ ബഡ് ചെയ്തതിന് ശേഷം. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് സ്റ്റോറിയിൽ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഇതാണ്, ഈ കുറ്റിക്കുരുമുളക് എങ്ങനെ ബഡ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ മുകളിലേക്ക് പോകുന്ന ഒരു ടീ പോലെ ഇരിക്കുന്ന ഒരു ശിഖരം നമ്മൾ കട്ട് ചെയ്യുക. അതായത് നമ്മൾ തിപ്പലിയിലാണ് ബഡ് ചെയ്യാൻ പോകുന്നത്. ഏകദേശമൊക്കെ ഒരു ഈ രീതിയിലുള്ള തിപ്പലിയിലാണ് നമ്മളിത് ബഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ ടീ പോലത്തെ ഒരു ശിഖരം അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുന്നു. ഇതിൻ്റെ ശിഖരങ്ങളെല്ലാം നല്ലപോലെ രീതിയിലേക്ക് അങ്ങ് കട്ട് ചെയ്ത് എടുത്ത് നല്ലപോലെ, അതായത് ഇതിൽ കുരുമുളകൊക്കെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ആ കുരുമുളകെല്ലാം നമ്മളിന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കാനായിട്ട് പോവുകയാണ്. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ക്ലിയറാക്കി റെഡിയാക്കി പോകാൻ പോവുകയാണ്. എന്നിട്ട് ശേഷം തിപ്പലി, ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് ബഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന തിപ്പലിയുടെ ഏകദേശം ഈ റൗണ്ട് വെച്ച് നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്ത് മാറ്റിയിരുന്നു. അത് നമുക്ക് വേറെ ഇതിൽ പാത്രത്തേക്ക് കുത്തി വെച്ച് കഴിഞ്ഞാൽ മണ്ണിട്ട ഒരു കൂടയിൽ കുത്തി വെച്ചാൽ അത് പിന്നെയും കിളുക്കുന്നതായിരിക്കും. അതിൽ നമുക്ക് പിന്നെയും ഒരു 15 ഡേയ്സ് കഴിയുമ്പോൾ പിന്നെയും ബഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഇത് നമ്മുടെ കയറുന്നതല്ല, നമ്മൾ ബഡ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നതാണ്. അത് നമ്മൾ ഏകദേശം ഇതെല്ലാം മുകളെല്ലാം കട്ട് ചെയ്ത് ഇതിലുണ്ടായിരിക്കുന്ന തിരിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. നല്ല മുഴുവനുമുള്ള ആഹാരം ലഭിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു ഈ ചെറിയ ഇലകളെല്ലാം നല്ല രീതിയിൽ അങ്ങ് കട്ട് ചെയ്ത് ദൂരെ കളയുക. അതുണ്ടോ, ഏകദേശം ഒരു ക്ലിയർ ആക്കിയതിന് ശേഷം ആ തിരിയും കൂടെ അങ്ങ് കളയുക. എല്ലാ തിരിയും അങ്ങ് പോട്ടെ. എന്നിട്ട് ഇലകളൊക്കെ ചെറുതായിട്ട് ഭാഗികമായിട്ട് ഒരു 1/4 ഭാഗം വെക്കുക. ഓക്കെ, ഇതെല്ലാം അങ്ങോട്ട് ശേഷം ഇത് അറ്റം അങ്ങോട്ട് നല്ല രീതിയിലേക്ക് അങ്ങ് ഒരു ബ്ലേഡ് പോലെ അങ്ങ് കൂർപ്പിക്കുക. ബ്ലേഡ് എടുത്തതിന് ശേഷം നല്ലപോലെ അങ്ങ് കൂർപ്പിച്ച് റെഡിയാക്കുക. ഏകദേശം നല്ല രീതിയിൽ, പിന്നെ കൈയൊന്നും തൊടാൻ പാടില്ല. ബ്ലേഡിൻ്റെ സൈഡിൽ പിടിച്ച് വേണം. കൈക്ക് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഫംഗസൊക്കെ കയറി വരാനൊക്കെ പറ്റും. നല്ല രീതിയിൽ അങ്ങ് അത് നടുവേ ഒന്ന് പൊളന്നു വിടുക. നമ്മൾ ചെയ്തതിന് ശേഷം ഇതിന് ശേഷം ഈ അറ്റം അങ്ങ് നല്ല രീതിയിൽ അങ്ങ് കൂർപ്പിക്കുക. നല്ല രീതിയിൽ അങ്ങ് കൂർപ്പിച്ച് റെഡിയാക്കുക. അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ നല്ല രീതിയിൽ അങ്ങ് കൂർപ്പിച്ച് നല്ല രീതിയിൽ അങ്ങ് ആക്കുക. 2 സൈഡ് നല്ലപോലെ കൂർപ്പിച്ച് അങ്ങ് അടിക്കുക. പിന്നെ അവിടെ കൈയൊന്നും തൊടാനായിട്ടൊന്നും പാടില്ല. ഏകദേശം നല്ലൊരു നൂൽ പരുവത്തിലേക്കായിരിക്കണം ഇത് 2 സൈഡും കൂർപ്പിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് കറ്റാർ വാഴ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കറ്റാർ വാഴയുടെ ഒരു ചെറിയ മണ്ട അങ്ങ് മുറിച്ചെടുക്കുക. അപ്പം അതിനുശേഷം ഇതിലൊരു ജെല്ലുണ്ട്. ആ ജെല്ലിലേക്ക് നമ്മൾ ഈ കൂർപ്പിച്ച ഭാഗം ഒന്ന് കുത്തി റെഡിയാക്കുക. ഇതിലേക്ക് ജെല്ല് നല്ലപോലെ പുരട്ടുക. നമുക്കിത് നല്ലപോലെ പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയാണ് ഇത് നല്ലപോലെ പുരട്ടുക. അതിനുശേഷം നമ്മൾ ഇത് അതിലേക്ക് അങ്ങ് കുത്തിയെടുക്കുക. അതിന് ശേഷം ഒരു ഇൻസുലേഷൻ ടേപ്പോ ബഡിങ് ടേപ്പോ ഇന്ത്യയിൽ എടുത്തിട്ട് നല്ല ടൈറ്റ് രീതിയിൽ എയർ കയറാത്ത രീതിയിൽ നല്ലപോലെ ഒരു 3-4 ട്രിപ്പ് റൗണ്ട് അങ്ങോട്ട് ചുറ്റുക. ഏകദേശം നല്ല രീതിയിൽ അങ്ങ് ചുറ്റി റെഡിയാക്കുക. അതായത് ഒട്ടും ഈർപ്പം കയറാതെ എയർ കയറാതിരിക്കാനാണ് നമ്മൾ ഈ
ഇൻസുലേഷൻ ടിപ്പ് യൂസ് ചെയ്യുന്നു. ഇൻസുലേഷൻ ടിപ്പ് യൂസ് ചെയ്താൽ ഒരെണ്ണം പോലും നഷ്ടപ്പെടുകയില്ല, എല്ലാം നമുക്ക് പിടിക്കും. അത് ബട്ടിൻ ടിപ്പ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ പിടിക്കും. അതും കാലം ഇച്ചിരി കൂടെ സേഫ്റ്റി നമുക്ക് ഇതാണ്. പറിച്ച് കളയാൻ നമുക്ക് ഏറ്റവും അവസാനം ഈസിയാണ്. ഒരു 45 ഡേയ്സ് ഇരിക്കണം, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഇലയൊക്കെ മുകളോ എല്ലാം വന്ന് പിടിക്കത്തുള്ളൂ. നമുക്ക് 45 കഴിയുമ്പോൾ നമ്മളിതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. മുമ്പ് ചെയ്ത വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല രീതിയിൽ ഏറ് കയറാതെ നല്ല ടൈറ്റിൽ അങ്ങോട്ട് വലിച്ചു മുറുകുക. ഓക്കെ, അതിനുശേഷം നല്ല റൗണ്ടിൽ അടിഭാഗം എല്ലാം നല്ല ക്ലിയറായിട്ടങ്ങ് റൗണ്ടിൽ ചുറ്റുക. അപ്പോൾ അടിഭാഗം നമ്മൾ തിപ്പലിയാണ്, മേൽഭാഗം നമ്മളെടുത്ത് കായ്ക്കാറായ കുടിയുടെ ഏകദേശം സൈഡിലോട്ട് കിടക്കുന്ന ഒരു ടീ പോലത്തെ ഒരു ശിഖരമാണ്. അതിൻ്റെ ഇലയെല്ലാം കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. ഇത് മണ്ടയിൽ ചെറിയൊരു ഏറ് കയറുന്നൊരു ഭാഗമുണ്ട്, അതുകൂടെ നമ്മൾ ഇപ്പം അങ്ങോട്ട് മൂടാനായിട്ടങ്ങ് പോകുന്നു. അത് ഏകദേശമൊക്കെ ഒരു മൂടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു വെള്ളം നിറയ്ക്കുക. ഈ ഒരു കൂടെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തുനിന്നുള്ള ഫംഗസോ കാര്യങ്ങളോ ആയിരിക്കുക, എന്നിട്ട് അതിൻ്റെ മണ്ടയിലേക്കൊന്ന് കയറ്റിയിടുക. അപ്പോൾ ഏകദേശമൊക്കെ ഇപ്പോൾ നമ്മുടെ ബട്ടിങ് ആക്കിയിരിക്കുക. ഇനി ഒരു 45 ഡേയ്സ് കഴിഞ്ഞ് ഊരി മാറ്റാം. എന്ന് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ ഇത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കഥയുടെ സാരം ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. അതായത് നിങ്ങൾക്കുള്ളത് കൊണ്ട് മറ്റുള്ളവരെ കൂടി സന്തോഷിപ്പിക്കുക, അതാണ് ജീവിതം. ഓക്കെ, അപ്പം നമ്മുടെ തിപ്പിലിയിലുള്ള പെട്ടെന്ന് കഴിക്കാനുള്ളൊരു ടിപ്സാണിത്. ഇത് നിങ്ങൾക്കൂടെ ഞാൻ പകർന്നു തരുവാണ്. ഓക്കെ, ഇതാണ് തിപ്പിലി. നമുക്ക് ധാരാളമായിട്ട് കുറ്റിക്കുരുമുളക് ലഭിക്കാനായിട്ട് ഇതൊക്കെ സാധിക്കും. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നല്ല ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം എഴുതിയിടുക. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നതും വരെ ഓക്കെ, ബൈ, സീ യു ലേറ്റർ. പിന്നെ അത്യാവശ്യം വെയിലത്ത് വെക്കാൻ പാടില്ല, ഈ തണലുള്ള ഭാഗത്തേക്ക് ഇത് മാറ്റി വയ്ക്കുക.